ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഗൃഹാങ്കണ രാമായണ പാരായണം 16-ാം ദിവസം. ശബരി തപസ്വിനി യോഗാഗ്നിയിൽ വിലയം പ്രാപിച്ചിരിക്കുകയാണ്, മുക്തി നേടിയിരിക്കുകയാണ്. ശ്രീരാമചന്ദ്രൻ തന്നെ ധ്യാനിച്ചു കൊള്ളുക നിത്യം, ശ്രീരാമമന്ത്രം ജപിച്ചിടുക സദാകാലം. ശ്രീരാമചന്ദ്ര കഥ കേൾക്കുകയും ചൊല്ലുകയും ശ്രീരാമഭക്തരെ പൂജിച്ചു കൊള്ളുകയും ശ്രീരാമമയം ജഗൽ സർവമെന്നുറയ്ക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ തന്നോടൈക്യം പ്രാപിച്ചിടാം. രാമ രാമേതി ജപിച്ചിടുക സദാകാലം, ഭാമിനി ഭദ്രേ പരമേശ്വരി പത്മേഷണേ. ഇങ്ങനെ പരമേശ്വരൻ പാർവതീദേവിക്ക് ശ്രീരാമചരിതം പറഞ്ഞു കൊടുക്കവേ ആരണ്യകാന്ഡം സമാപിക്കുകയും കിഷ്കിന്ധാകാന്ഡത്തിലേക്ക് പ്രവേശിക്കുകയുമാണ്. പമ്പാസരസ്തടം ലോകമനോഹരം സംപ്രാപ്യ വിസ്മയം പൂണ്ടരുളിടിനാൻ. ക്രോശമാത്രം വിശാലം വിശദാമൃതം ക്ലേശവിനാശനം ജന്തുപൂർണസ്ഥലം. ഉൽബുല്ലപത്മകൽഹാരകുമുദ നീലോൽപലമണ്ഡിതം ഹംസകാരണ്ഡവ ഷഡ്പഥ കോകില കുക്കുട കോയഷ്ടി സർപ്പസിംഹവ്യാഘ്രസൂകരസേവിതം. പുഷ്പലതാ പരിവേഷിത പാദപസൽഫലസേവിതം സന്തുഷ്ടജന്തുകം കണ്ടു കൗതൂഹലം പൂണ്ടു തണ്ണീർ കുടിച്ചിണ്ടലും തീർത്തു മന്ദം നടന്നിടിനാർ. താമര, ആമ്പൽ എന്നിവയാൽ അലങ്കൃതമാക്കപ്പെട്ട അരയന്നം, കുളക്കോഴി, വണ്ട്, കുയിൽ, നീർക്കോഴി, സർപ്പം, സിംഹം, വ്യാഘ്രം എന്നിവയാൽ സമ്പുഷ്ടമാക്കപ്പെട്ടതുമായ ആ പ്രകൃതിരമണീയ ഭൂമിയിലെ അതിസുന്ദരമായ സരസിൽ നിന്ന് വെള്ളം കോരി കുടിക്കുകയാണ് രാമാദികൾ. എന്നിട്ട് അവർ സാവധാനം അവിടെ നിന്ന് നടന്നു നീങ്ങുകയുമാണ്. ജടാമകുടധാരികളായ അതിതേജസ്വികളായ 2 കുമാരന്മാർ ആയുധധാരികളായി വന്നടുക്കുന്നത് കണ്ട് ഋഷ്യമൂക പർവ്വത നിവാസിയായ സുഗ്രീവൻ ഭയന്നു പോവുകയാണ്. ഉടനെ ഹനുമാനെ വിളിച്ചു കാര്യം അന്വേഷിച്ചു വരാൻ ഏർപ്പാടാക്കുകയാണ്. ഹനുമാൻ ഒരു ബ്രാഹ്മണ വേഷം ധരിച്ച് അവരുടെ വിവരങ്ങൾ ആരായുകയാണ്. ദശരഥ മഹാരാജാവിൻ്റെ പുത്രന്മാരാണെന്നും അച്ഛൻ്റെ സത്യപരിപാലനത്തിനായി വനവാസം സ്വീകരിച്ചിട്ടുള്ളതാണെന്നും വനയാത്രക്കിടയിൽ രാമൻ്റെ പത്നി സീതയെ രാവണൻ അപഹരിച്ചു കൊണ്ടുപോയതാണെന്നും സീതാന്വേഷണത്തിനായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിവരവും രാമനിൽ നിന്ന് ഹനുമാൻ മനസ്സിലാക്കുകയാണ്. അതുപോലെ തൻ്റെ രാജാവായ സുഗ്രീവൻ്റെ ചരിത്രവും രാമനോട് ഹനുമാൻ പറഞ്ഞു കൊടുക്കുകയുമാണ്. സുഗ്രീവനുമായി സഖ്യമുണ്ടാക്കിയാൽ
രണ്ടു പേർക്കും കാര്യസാധ്യം നേടാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൂടെ വരിക. ഞാൻ നിങ്ങളെ ഋഷ്യമൂക പർവ്വതത്തിലേക്ക് കൊണ്ടുപോവാം. സുഗ്രീവനെ കണ്ട് സംസാരിച്ച് ബാക്കി കാര്യങ്ങൾ പിന്നീട് നിശ്ചയിക്കാവുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് തൊഴുകൈയോടെ നിൽക്കുന്ന ആ ബ്രഹ്മചാരിയെ സശ്രദ്ധം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന രാമൻ ലക്ഷ്മണനോട് പറയുകയാണ്, അല്ലയോ ലക്ഷ്മണ, എന്ത് മനോഹരമായിരിക്കുന്നു ഈ വടുവിൻ്റെ സംസാരം. വാക്കുകളിൽ ഒരപശബ്ദം പോലുമില്ല. മാത്രവുമല്ല, അവൻ്റെ കർണകുണ്ഡലങ്ങൾ അതെത്ര സുന്ദരമായിരിക്കുന്നു ലക്ഷ്മണ. അത് പറഞ്ഞു തീരുന്നതിന് മുമ്പ് ആ ബ്രഹ്മചാരി ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ വീഴുകയും തൻ്റെ യഥാർത്ഥ രൂപത്തെ പ്രാപിക്കുകയുമാണ്. പണ്ടൊരിക്കൽ വാനരദേശത്ത് ശൈവ ചൈതന്യവുമായി അഞ്ജനാ കേസരി ദമ്പതികൾക്ക് ഒരു ശിശു ജനിക്കുന്നതായി അറിഞ്ഞിട്ടുള്ള ബാലി ഭാവിയിൽ ആ ശിശു തനിക്കൊരെതിരാളിയായി മാറുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് ആ ഗർഭസ്ഥ ശിശുവിനെ ഇല്ലാതാക്കുവാൻ തീരുമാനിക്കുകയാണ്. അതിനായി പഞ്ചലോഹങ്ങൾ ഉരുക്കി അഞ്ജനയുടെ ഗർഭം അലസിപ്പിക്കാനുള്ള ശ്രമം ബാലി നടത്തുകയാണ്. ഈശ്വരാനുഗ്രഹത്താൽ അത് ആ ഗർഭസ്ഥ ശിശുവിൻ്റെ കർണാഭരണങ്ങളായി മാറുകയാണ് ഉണ്ടായിട്ടുള്ളത്. മാത്രവുമല്ല, ഈ കർണകുണ്ഡലങ്ങൾ മറ്റുള്ളവർക്ക് അജ്ഞാതമായിരിക്കുമെന്നും പക്ഷേ ഒരു നാൾ ഒരാൾ ഇത് കണ്ട് വർണ്ണിക്കാൻ ഇടയാകുമെന്നും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദാസനായി തീരുക എന്നുള്ള ഈശ്വരൻ്റെ അരുളപ്പാടും ആ സമയത്തുണ്ടായിരുന്നു. അതിപ്പോൾ ഹനുമാന്റെ കർണപുടത്തിലെത്തുകയും ആ നിമിഷം മുതൽ ഹനുമാൻ രാമദാസനായി തീരുകയും ചെയ്യുകയാണ്. ഹനുമാനിൽ അതീവ വിശ്വാസം വന്ന രാമൻ ഋഷ്യമൂക പർവ്വതത്തിൽ ലക്ഷ്മണസഹിതം എത്തുകയും രണ്ടു കൂട്ടർക്കും ഹിതകരമായി പ്രവർത്തിക്കാമെന്ന് രാമാദികളും സുഗ്രീവനും തമ്മിൽ അഗ്നിസാക്ഷിയായി സഖ്യമുണ്ടാവുകയും ചെയ്യുകയാണ്. രാവണാദി രാക്ഷസന്മാരുടെ അന്ത്യത്തിന് ഇടയാക്കിയേക്കാവുന്ന ആ സഖ്യത്തെ മാനിച്ചുകൊണ്ട് പ്രപഞ്ചത്തിൽ താരകമന്ത്രം മുഴങ്ങുകയാണ്. ഓം ശ്രീരാമായ നമഃ. ഓം ശ്രീരാമായ നമഃ. ഓം ശ്രീരാമായ നമഃ. ശ്രീരാമ സുഗ്രീവ സഖ്യം പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. ബാലിക്ക് തന്നോടുള്ള വിരോധ കാരണം സുഗ്രീവൻ ശ്രീരാമന് മുൻപാകെ അവതരിപ്പിക്കുന്നു. പണ്ട് മായാവി എന്ന ഒരു അസുരൻ ഉണ്ടായിരുന്നു. അസുരശില്പിയായ മയനും അപ്സരസായ ഹേമയുമാണ് അവൻ്റെ മാതാപിതാക്കന്മാർ. ഒരു നാൾ അവൻ കിഷ്കിന്ധയിൽ വന്ന് ബാലിയെ യുദ്ധത്തിനായി വെല്ലുവിളിക്കുകയാണ്. ബാലിയുടെ മുഷ്ടിപ്രഹരം ഏൽക്കേണ്ട താമസം അവൻ ജീവനും കൊണ്ടോടുകയാണ്. ഒരു ഗുഹയ്ക്കകത്ത് ഒളിക്കുകയാണ്. ബാലിയും അവനോടൊപ്പം ഗുഹയിൽ കയറി. ഞാൻ ബാലിയുടെ പിറകെ ചെന്നു. അപ്പോൾ ബാലി എന്നോട് പറയുകയാണ്, ഞാനിതിൽ പുക്കിവൻ തന്നെയൊടുക്കുവൻ, നൂനം വിലദ്വാരി നിൽക്ക നീ നിർഭയം, ക്ഷീരം വരികിലസുരൻ മരിച്ചിടും, ചോര വരികിലടച്ചു പോയി വാഴുക നീ. അത് കേട്ട്, ബാലി വചനങ്ങൾ കേട്ട് ഞാൻ ഗുഹാമുഖത്ത് തന്നെ നിന്നു.
ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഗുഹാമുഖത്ത് ചോര വരികയാണ്. ബാലി മരിച്ചെന്ന് കരുതിയ ഞാൻ അസുരൻ രക്ഷപ്പെടാതിരിക്കുന്നതിന് വേണ്ടി വലിയ പാറ കൊണ്ട് ഗുഹാമുഖം അടച്ച് കിഷ്കിന്ധ്യയിലേക്ക് തിരിച്ചുപോയി. പിന്നീട് കിഷ്കിന്ധ്യാവാസികൾ എല്ലാവരും ചേർന്ന് എന്നെ രാജാവായി വാഴിച്ചു. അങ്ങനെ ഇരിക്കവേ മായാവിയെ വധിച്ച് ബാലി ഗുഹാമുഖം ചവിട്ടിത്തുറന്ന് പുറത്തേക്ക് വരികയാണ്. ഞാൻ ബോധപൂർവം അവനെ ചതിച്ചതാണെന്ന് മനസ്സിലാക്കി സിംഹാസനത്തിൽ നിന്ന് എന്നെ പിടിച്ചു വലിച്ച് താഴത്തിടുകയും കൊല്ലുവാൻ ഒരുമ്പെടുകയുമാണ്. ബാലിയെ പേടിച്ച് ഞാൻ ഓടാത്ത ഒരിടവുമില്ല. ഒടുവിൽ ബാലി കയറാത്ത ഈ ഋഷ്യമൂക പർവ്വതത്തിൽ വന്ന് അഭയം പാർത്തിരിക്കുകയാണ്. മാത്രവുമല്ല, എൻ്റെ ഭാര്യയെയും അവൻ അപഹരിച്ചു വച്ചിരിക്കുകയാണ്. നാടും വീടും ഭാര്യയും നഷ്ടപ്പെട്ട ഹതഭാഗ്യനായിരിക്കുന്നു ഞാൻ. അങ്ങയെ കാണായ കാരണം ഇപ്പോൾ എനിക്ക് ചൈതന്യം കൈവന്നിരിക്കുകയാണ്. എങ്കിലും ചില സന്ദേശങ്ങൾ എൻ്റെ മനസ്സിലില്ലാതില്ല. രാമ, ബാലി അതീവ ബലവാനാണ്. അവനെ തോൽപ്പിക്കുക എന്നത് ഏറെക്കുറെ അസാധ്യവുമാണ്. ഒരിക്കൽ മായാവിയുടെ തന്നെ സഹോദരനായ ദുന്ദുബി ബാലിയെ വെല്ലുവിളിച്ച് കിഷ്കിന്ധയിൽ വന്നു. അവൻ്റെ തല പിടിച്ച് പറിച്ചൊരേറ് വെച്ചു കൊടുത്തു ബാലി. അത് ചെന്ന് വീണിട്ടുള്ളത് മതംഗ മഹർഷിയുടെ ആശ്രമത്തിലായിരുന്നു. ആശ്രമം മലിനപ്പെടുത്തിയ ബാലി ഇവിടെ വന്നാൽ അവൻ്റെ തല പൊട്ടിച്ചിതറി മരിച്ചു പോവാൻ ഇടയാകട്ടെ എന്ന് മഹർഷി അത്തരുണത്തിൽ ശപിക്കുകയുണ്ടായി. ആ ഇടമാണ് രാമ ഈ ഋഷ്യമൂക പർവ്വതം. നമ്മൾ തമ്മിൽ സഖ്യമുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും എതിരിടേണ്ടത് ബാലിയോടാണ് എന്നത് സുഗ്രീവനെ എപ്പോഴും ഭ്രമിപ്പിക്കുന്ന കാര്യമായിരുന്നു. അത് രാമനോട് തുറന്ന് പറയുകയുമാണ്. രാമൻ്റെ ബലത്തെ ഒന്ന് പരീക്ഷിക്കുവാനും സുഗ്രീവൻ ഇത്തരുണത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പർവ്വതം പോലെയുള്ള ദുന്ദുബിയുടെ തല ഇവിടെ നിന്ന് എടുത്തെറിയാൻ കഴിയുന്നവന് ബാലിയെ ജയിക്കാൻ കഴിയുമെന്ന അഭിപ്രായം അവൻ രാമന് മുൻപാകെ സമർപ്പിക്കുകയാണ്. നിഷ്കളങ്കനായ സുഗ്രീവൻ്റെ അഭിപ്രായം മാനിച്ചുകൊണ്ട് രാമൻ തൻ്റെ കാലിൻ്റെ പെരുവിരൽ കൊണ്ട് ദുന്ദുബിയുടെ മസ്തകമെടുത്ത് ദൂരത്തേക്ക് വലിച്ചെറിയുകയാണ്. സുഗ്രീവൻ്റെ മനസ്സ് തെളിഞ്ഞു, മന്ത്രിമാരുടെയും. എങ്കിലും സുഗ്രീവൻ്റെ മനസ്സ് വീണ്ടും വീണ്ടും പതറിക്കൊണ്ടിരിക്കുന്നു. കാരണം ബാലിയുടെ കരുത്ത് കണ്ട് വളർന്നവനാണ് സുഗ്രീവൻ. രാമൻ്റെ അസ്ത്ര നൈപുണ്യവും അവൻ പരിശോധിക്കാൻ ശ്രമിക്കുകയാണ്. നോക്കൂ രാമ, അതാ അവിടെ വട്ടത്തിൽ കാണുന്ന 7 സാലവൃക്ഷങ്ങളുണ്ടല്ലോ. ബാലി ഇടയ്ക്കിടെ ഇവിടെ വന്ന് ആ സാലവൃക്ഷങ്ങളോടാണ് മൽപ്പിടുത്തം നടത്താറുള്ളത്. വട്ടത്തിൽ കാണുന്ന ഈ സപ്തസാലങ്ങളെ ഒരൊറ്റ അമ്പുകൊണ്ട് ഭേദിക്കാൻ കഴിയുന്ന വീരന് ബാലിയെ വധിക്കാനുള്ള സാമർഥ്യം ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. രാമൻ പതിയെ അവനെയൊന്നു നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ബാണം തൊടുക്കുകയാണ്. ആ 7 സാലമരങ്ങളും ഒരേപോലെ നിലത്ത് വീഴുകയാണ്. രാമൻ്റെ ബാണം തൂണീരത്തിൽ വന്നു ചേർന്നു. ആ സംഭവം ഏവരെയും അത്ഭുതപ്പെടുത്തുകയാണ്. ബാലിയെ വധിക്കണമെങ്കിൽ കായിക ശക്തിയും അസ്ത്രനിപുണതയും കൂർമ്മബുദ്ധിയും അത്യാവശ്യമാണ് എന്ന വസ്തുതയാണ് ഈ സംഭവത്തിലൂടെ കാണേണ്ടത്.
കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ സുഗ്രീവൻ സധൈര്യം ബാലിയെ യുദ്ധത്തിനായി വെല്ലുവിളിക്കുകയാണ്. ബാലിയുമായുണ്ടായ ദ്വന്ദ്വയുദ്ധത്തിൽ ഒരേ രൂപധരന്മാരായ അവരെ തിരിച്ചറിയുവാൻ സാധിക്കാതെ വന്നതിനാൽ രാമൻ ബാലിക്കെതിരെ ബാണമയക്കാൻ മടിച്ചു. ഒരുവിധം രക്ഷപ്പെട്ടു വന്ന സുഗ്രീവൻ അക്കാരണത്താൽ തന്നെ രാമനോട് നീരസം പ്രകടിപ്പിക്കുകയാണ്. രാമൻ അവനെ കാര്യങ്ങൾ പറഞ്ഞ് സ്വാന്തനപ്പെടുത്തുകയും യുദ്ധരംഗത്ത് തിരിച്ചറിയാൻ കഴുത്തിൽ ഒരു മാല ധരിച്ച് സുഗ്രീവനെ വീണ്ടും യുദ്ധത്തിനായി പറഞ്ഞയക്കുകയുമാണ്. ഇവിടെ ഇന്നത്തെ സത്സംഗം സമാപിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം.